അങ്ങനെ നിയാൻ ക്ലോസായി വരുമ്പോൾ അവളുടെ കവിളൊക്കെ ചുവന്ന് തുടക്കുകയാണ്. വേഗം അവൾ നിയാനെ തള്ളി മാറ്റി. എനിക്കറിയാം നീ ടങ്ഷിയല്ല, നീ ടങ്ഷിക്ക് പകരമാവില്ല, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് നിയാൻ അവിടുന്ന് പോയി. അവൻ പോയി കഴിയുമ്പോഴാണ് ചുങ്സി ഒന്ന് ദീർഘശ്വാസം വിടുന്നത്. നെഞ്ചൊക്കെ തട്ടി തട്ടി അവളെ തന്നെ സമാധാനിപ്പിക്കുന്നു. നിയാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് അവൻ അവളുടെ ഫിംഗർ പ്രിന്റ് എടുക്കാനായിട്ടാണ് അവളെ പിടിച്ചു നിർത്തിയത്. അതുവഴി അവളുടെ ഫിംഗർ പ്രിന്റും എടുത്തിട്ടുണ്ട്. അന്ന് രാത്രിക്ക് രാത്രി അവളുടെ ഓഫീസിൽ കയറി ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്ത് ലോക്കൽ ഓപ്പൺ ചെയ്ത് അവന് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം എടുക്കുന്നു. കളക്ട് ചെയ്ത ഡോക്യുമെന്റ്സിൽ അവളുടെ അച്ഛൻ അവളുടെ പേരിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റെപ്പ് മദറിന്റെ പേരും പോലില്ല എന്ന് പറഞ്ഞ് കോപ്പിയൊക്കെ സ്റ്റെപ്പ് മദറിനെ കാണിക്കുകയാണ്. അതെല്ലാം കാണുന്ന അവളുടെ സ്റ്റെപ്പ് മദർ, ആ കിളവൻ എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്, ഇത്രയും വർഷം നോക്കിയിട്ട് എൻ്റെ പേര് പോലും എങ്ങുമില്ലെന്ന് പറയുമ്പോൾ നിയാൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, അടുത്തത് എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റെപ്പ് മദർ അവന് താമസിക്കാനായിട്ട് പുതിയ വീടിൻ്റെ കീ കൊടുക്കുന്നു. അവിടേക്ക് പോകാനായി പറയുന്നു. ഇപ്പോൾ അല്ലെങ്കിലും എപ്പോഴാണെങ്കിലും ഹുവൻ ഗ്രൂപ്പ് നമ്മുടെ കയ്യിലെത്തും. ശേഷം സ്റ്റെപ്പ് മദർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ചുങ്സിയുടെ അച്ഛൻ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. കിളവന് ഹോസ്പിറ്റലിൽ വരാൻ കണ്ട നേരം എന്നൊക്കെ പറഞ്ഞ് അവളുടെ മുന്നിൽ ഒന്ന് കരഞ്ഞഭിനയിക്കാനായിട്ട് കരഞ്ഞ് നേരെ ചുങ്സിയുടെ അടുത്തേക്ക് ഓടി. എന്നോട് ക്ഷമിക്കി, അച്ഛന് അറ്റാക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ഓവറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അവളും നിങ്ങൾ വരേണ്ട കാര്യമില്ലായിരുന്നു, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. അതിനാൽ രാത്രി അച്ഛനോടൊപ്പം അവളായിരിക്കും. അച്ഛനിപ്പോൾ കോമ സ്റ്റേജിലാണ്, എപ്പോൾ എഴുന്നേക്കും എന്ന് പോലും ഡോക്ടർ വരെ കൈയൊഴിഞ്ഞു. പോരാത്തതിന് അവരുടെ കമ്പനിയാണെങ്കിൽ നല്ല രീതി മോശത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിലും അവളുടെ ഫിയാൻസി പോയി. ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ അവൾ അവളുടെ മൈൻഡ് തന്നെ റിഫ്രഷ് ആക്കാനായിട്ട് ഇല്ല ഇതൊന്നും ചിന്തിക്കാനിരിക്കാനുള്ള സമയമല്ല, അച്ഛൻ എന്തായാലും തിരിച്ചു വരും എന്ന് അവളുടെ മൈൻഡ് മാറ്റുന്നു. അപ്പോൾ അവൾക്കൊരു കോള് വരികയാണ്. അവരുടെ കമ്പനിയിൽ പുതിയതായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാനായിട്ട്. ഇവിടെ നിയാൻ ചേച്ചി കൊടുത്ത താക്കോലുമായി പുതിയ വീട്ടിൽ കയറുമ്പോൾ അവിടെ ചേച്ചി ക്യാൻഡിലൊക്കെ കത്തിച്ച് അവന് ഇഷ്ടമുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അവൻ അവിടെ ഇരുത്തിയിട്ട് ഹുവൈൻ്റെ വിധി ഇനി നമ്മുടെ കയ്യിലാണ്, അദ്ദേഹത്തിന് അറ്റാക്ക് വന്നു, ഇപ്പോൾ മരിച്ചില്ലെങ്കിലും വേഗം തന്നെ അത് സംഭവിക്കും. അപ്പോൾ നിയാൻ പറയുന്നത്, ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അയാളെ കാണുന്ന തന്നെ ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് തന്നെ അവൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞോട് ഞാനിങ്ങ് പോന്നു എന്ന് പറയുന്നു. ഇവിടെ ചുങ്സിയെ കാട്ടുകയാണ്. പാവൻ ചുങ്സി എല്ലാ ജോലിയും ചെയ്ത് റൂമിന് വെളിയിൽ നിന്ന് ഉറങ്ങുകയാണ്. നിയാൻ വന്ന് അവൾക്ക് തണുക്കാതിരിക്കാനായിട്ട് കോട്ടക്കിട്ടെടുത്ത് അവളെ നോക്കി തന്നെ അവിടെ ഇരുന്നു. അപ്പോൾ അവിടേക്ക് അവളുടെ സെക്രട്ടറി ഫയൽസ് ആയിട്ടൊക്കെ വരികയാണ്. നിയാൻ മിണ്ടാതെ വരാനായി പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോയി കാര്യം തിരക്കി. അവളുടെ പുതിയ പ്ലാനൊന്നും സെല്ലാവുന്നില്ല. ഇപ്പോൾ മാഡത്തിന്റെ അച്ഛനും ഈ അവസ്ഥയിലാകുമ്പോൾ മാഡം നല്ല രീതിയിലാണ് വിഷമിക്കുന്നത്. പോരാത്തതിനും മാഡത്തിന്റെ ഫിയാൻസി മരിച്ചു. ഇതൊക്കെ ഓർക്കുമ്പോൾ മാഡത്തിന്റെ കാര്യം ഭയങ്കര കഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ നീ ഹുവൈൻ്റെ മകളാണെങ്കിലും അവരെ പോലെയല്ല. എന്തായാലും ഞാൻ നിന്നെ പറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നു മുതൽ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുകയാണ്. പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ നിയാന്റെ മെസ്സേജ് കാണുന്നു. വേഗം താഴെ വരാനായി പറഞ്ഞ് ഇവളും കോരിച്ചൊരിയുന്ന മഴയത്ത് പോകുമ്പോൾ നിയാന് അവൾക്ക് വേണ്ടി പൂവുമായിട്ട് അവളെ കാത്തിരിക്കുകയാണ്. നിയാനെ കണ്ടതും ഡൺലിറ്റിൽ പ്രോജക്റ്റ് ചെയ്യാനല്ലേ നമ്മുടെ മിഷനോ? ഉടനെ നിയാൻ പാമ്പ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചതും, ഇങ്ങനെ പേടിക്കുന്ന നീയാണോ ഡൺലിൻ പ്രോജക്റ്റ് ചെയ്യുന്നത്? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ എന്തിനാ എന്നെ പേടിപ്പിച്ചത്? ഞാനും കളി തമാശ പറഞ്ഞതല്ലേ, ഇനി ഏജന്റിന്റെ ഉത്തരവാദിത്തമാണ്. നീ ഇങ്ങനെ ആവേണ്ടല്ല, പ്രാക്ടീസ് വേണം എന്ന് പറയുമ്പോൾ ചിങ്സിയ ഓവറായിട്ട് നടിക്കലേ എന്ന് പറഞ്ഞ് അവന്റെ ജാക്കറ്റ് അങ്ങ് കൊടുക്കുകയാണ്. ആ ജാക്കറ്റിലാണെങ്കിൽ നല്ല രീതിയിൽ അഴുക്ക് പറ്റിയിട്ടുണ്ട്. നിന്റെ എല്ലാ അഴുക്ക് ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കണം. എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കുന്നത്? താ ഞാൻ കഴുകി തരാമെന്ന് പറയുമ്പോൾ അവന്റെ കൂടെ കളഞ്ഞ് അവളുടെ കൂടെ വാങ്ങി അവന്റെ ഡ്രസ്സ് സ്റ്റൈലൊക്കെ കണ്ടു ചോദിക്കുമ്പോൾ അവന്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ചോദിക്കുമ്പോൾ ഈ ഡ്രസ്സിങ് സ്റ്റൈൽ നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞ് ആ പൂവങ്ങ് ഓതുന്നു. അതാണെങ്കിൽ പറക്കുന്നത് പോലുമില്ല. നിയാനാണെങ്കിൽ ഓതിക്കൊണ്ടേയിരിക്കുന്നു. ഇവൾക്കാണെങ്കിൽ അത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. എത്രയൊക്കെ ഊതിയിട്ടും അത് പറക്കാത്തോണ്ട് തന്നെ ചുങ്സിയ ചിരിക്കുമ്പോൾ നീ ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഒറ്റ ഊതിൽ ആ പൂവിനങ്ങോട്ട് പറത്തി വിടുന്നു. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? നിനക്ക് തീരെ ആരോഗ്യമില്ല, ചെക്ക് ചെയ്യണം. നീ എന്നെ കൂളാക്കാനല്ലേ വന്നത്? എന്തായാലും നീ വന്നത് നന്നായി. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ പ്ലാനൊന്നും വർക്കൗട്ടായില്ല. ഗിവപ്പ് ചെയ്യണമെന്ന് ഇരിക്കുമ്പോഴാണ് നീ വന്നത്. എൻ്റെ റീചാർജ് ഫുള്ളാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി മുതൽ നോക്കിക്കോ, ഞാൻ
തീയായി മാറുമെന്ന് പറഞ്ഞ് അവൾ പോകുമ്പോൾ പിന്നാലെ നിയൻ കൊടയുമായിട്ട് അവൾക്ക് പിന്നാലെ വെച്ചുപിടിച്ചു. പിന്നീട് കാണിക്കുന്നത് ചുങ്സിയുടെ അച്ഛൻ കോമിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഇക്കാര്യം അവൾ സ്റ്റെപ്പ് മദറിനെ വിളിച്ചു പറയുമ്പോൾ ഓക്കെ ഞാൻ വേഗം എത്താം എന്ന് പറഞ്ഞ് കോള് കട്ടാക്കുമ്പോഴാണ് ഈ കിളവൻ ചത്തില്ലെന്ന് പറഞ്ഞ് മനസ്സിൽ പറയുന്നത്. ശേഷം ചുങ്സിയ കമ്പനിയിലെത്തുമ്പോൾ അവളുടെ പുതിയ പ്രൊജക്റ്റ് സക്സസ് ആയെന്നും മറ്റ് ഡിസൈനെക്കാട്ടും 5 മടങ്ങധികം സെല്ലായി, സ്റ്റോക്കെല്ലാം തീർന്നു, ഇനി റീസ്റ്റോക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് അറിയുന്നത് ലൂയിസ് എന്ന ഇൻഫ്ലുവൻസർ അവരുടെ പ്രൊഡക്റ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരുടെ ഈ പുതിയ പ്രൊഡക്റ്റ് ഇത്രയും സെല്ലായത് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ഞാനും കേട്ടിരുന്നു, ലൂയിസ് കൊമേഴ്ഷ്യൽ ഡീൽസ് ഒന്നും എടുക്കാറില്ല, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, എന്ത് തന്നെ ആയാലും പുള്ളിനെ മീറ്റ് ചെയ്താൽ നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സെല്ലാവും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ചുങ്സിയ ലൂയിസുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് ലൂയിസുമായി ചാറ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം ചുങ്സിയയ്ക്ക് എങ്ങനെയെങ്കിലും ലൂയിസിനെ കാണണം എന്ന് പറഞ്ഞ് ലൂയിസിന്റെ അപ്പാർട്ട്മെന്റിന് മുന്നിൽ നിൽക്കുന്നു. എന്നാൽ വാച്ച്മാൻ ആണുള്ളത് കൊണ്ട് തന്നെ അവളെ അകത്തേക്കും പോലും കയറ്റുന്നില്ല. കറക്റ്റ് ടൈമിലായിരിക്കും ജോഗിങ് കഴിഞ്ഞിട്ട് വരുന്നത്. നിയാനെ കണ്ടതും നീ ഇവിടെയാണോ താമസിക്കുന്നത്, എങ്ങനെയെങ്കിലും എന്നെ കൂടി അകത്തേക്ക് കയറ്റുമോ, എനിക്കൊരു കാര്യത്തിനാണ്, അതിന് നമ്മൾ അത്ര ക്ലോസ് ആണോ, നിങ്ങളെന്റെ അങ്കിളല്ലേ, നമ്മളപ്പോൾ ബന്ധുക്കളല്ലേ. ഓഹോ അങ്കിളോ, എന്നാ പിന്നെ നീ എന്റെ പേരാണല്ലോ വിളിക്കുന്നത്, അങ്കിൾ പോലും വിളി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഇപ്പോൾ എന്താ നിങ്ങൾ അങ്കിളെന്ന് വിളിച്ചാ പോരെ, ശരി എന്നാ വിളിക്ക് കേക്കട്ടെ, അങ്കിൾ പ്ലീസ് ഒന്ന് അകത്തേക്ക് കൊണ്ടു, അങ്കിൾ പ്ലീസ് 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 എന്ന് പറഞ്ഞ് ഇത്രയും മതിയോ, ഓക്കെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവളേക്ക് അകത്തേക്ക് കയറ്റുന്നു. അകത്തേക്ക് കയറ്റിയതും ചുങ്സിയ നിയാനോട് ഇവിടെ ഇൻഫ്ലുവൻസറായ ലൂയിസ് ഇവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ആരോടും മിണ്ടാറില്ല, ഓക്കെ അങ്കിൾ ഞാൻ നിങ്ങൾക്കൊപ്പം താമസിച്ചോട്ടെ, എന്നെങ്കിലും ഒരിക്കൽ ലൂയിസിനെ കണ്ടാൽ ചാൻസും കൂടിയാണത്, നല്ല ഐഡിയ ആണ്, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിയാൻ പോകുമ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും കേൾക്കാം. നിയാനോട് എന്തൊക്കെ പറഞ്ഞിട്ട് നോക്കിയിട്ടും ഒന്നും ഓക്കെ ആവുന്നില്ല. അവസാനം കാല് വരെ പിടിക്കേണ്ട അവസ്ഥ വരെ എത്തി. സോ നിയൻ അവസാനം സമ്മതിക്കുന്നു. എന്നാൽ നിയൻ പറയുന്നത് പോലെ ചെയ്യണം, അവനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും അതുപോലെ ലൂയിസിനെ കണ്ട് സംസാരിച്ചിട്ട് വേഗം ഇവിടുന്ന് പൊക്കെന്ന് പറയുമ്പോൾ അവളും നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അങ്ങനെ റൂമിലെത്തിയതും അവൾക്ക് ഒരുപാട് ഹാപ്പിയായി. അത് കാണുമ്പോൾ നിയാനും അവിടെ ഉള്ളതൊന്നും തൊട്ടുപോകരുത് എന്ന് പറയുന്നു. ലൂയിസിനെ കണ്ടുപിടിക്കുന്നതുവരെ ഞാൻ ഇവിടുന്ന് പോകില്ല. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. വാതിൽ തുറക്കുമ്പോൾ അവളുടെ സ്റ്റെപ്പ് മദർ ആയിരിക്കും. അവളെ കണ്ടതും നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അവൾ എന്തോ ലൂയിസിനെ കാണാനായി ആയിട്ടാണ് വന്നത്, കണ്ടുപിടിച്ച് മിണ്ടി പോയിക്കോളും എന്ന് പറയുമ്പോൾ ശരി എനിക്ക് നിയാനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനാ ചുങ്സിയ അവിടുന്ന് മാറി നിൽക്കുകയാണ്. ഹൂവ എല്ലാ പ്രോപ്പർട്ടീസും ചുങ്സിയുടെ പേരിലാണ്, അത് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലേക്ക് വരുത്തണം, കമ്പനിയെല്ലാം നല്ല രീതിയിലും നടത്തേണ്ടി പോകണം. അല്ല നീ എന്തിനാ അവളെ ലൂയിസോടുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവരുത്തത്, അതൊക്കെ ലൂയിസിനെ വെച്ച് അവരുടെ കമ്പനി പാർട്ട്ണർഷിപ്പിൽ ചേർക്കാനാണ്. എന്നാൽ ലൂയിസ് ഇതേപോലെ കൊളാബറേഷന് സമ്മതിക്കില്ലല്ലോ, ഇപ്പോൾ എന്താ പെട്ടെന്ന് കൊളാബിന് ചെയ്യാൻ സമ്മതിച്ചത്, ഹുവാന് സംശയം തോന്നാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഹുവാൻ എൻ്റെ കാലിൽ വീണ് കേണപേക്ഷിക്കണം, പക്ഷെ നമ്മുടെ പ്ലാൻ വഴി നടക്കും, എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയാണ്. അവരും ഓക്കെ എല്ലാം നോക്കിക്കണ്ട് ചെയ്യാനായിട്ട് പറയുന്നു. ഇവിടെ ചുങ്സിയ വേസ്റ്റ് ബിന്നിൽ ലൂയിസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലൂ കിട്ടാനായിട്ട് വേസ്റ്റ് ബിൻ വരെ തപ്പി നോക്കുന്നു. അത് കണ്ട നിയാൻ അവളുടെ അടുത്തേക്ക് വന്ന് വേസ്റ്റ് ബിന്നിൽ തലയിട്ട് നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ലൂയിസിനെ തേടുകയാണ്. അതിന് ലൂയിസ് വേസ്റ്റ് ബിന്നിലാണോ, ലൂയിസ് ഒരു ഫേമസ് ആയ ഒരാളാണ്, പുള്ളിയുടെ അഡ്രസ്സിലെങ്ങാനും വല്ല പുറത്തുനിന്ന് എന്തെങ്കിലും പാക്കേജ് കാണുമല്ലോ, അതിനുള്ളിൽ അഡ്രസ്സ് കണ്ട ലൂയിസിനെ വേഗം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതിന് നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഹണിസേല് ചെയ്യാനായിട്ട് ഞാൻ ഇതും ചെയ്യും ഇതിന് അപ്പുറം ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് പറഞ്ഞ് അവളെ തൂക്കിക്കൊണ്ടു പോകുന്നു. എന്നാൽ ഇതെല്ലാം ആരോ ദൂരത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായി. അവളെ അകത്തേക്ക് കൊണ്ടുവന്ന് നിയാനായിരിക്കും അവളുടെ കൈയെല്ലാം നല്ലോണം കഴുകി കൊടുക്കുന്നത്. അവൾക്കാണെങ്കിൽ ഒരുമാതിരി ഫീൽ ആവുകയാണ്. ഇതേപോലെയാണോ നിങ്ങൾ മറ്റു പെൺകുട്ടിയുടെ കൈ കഴുകി കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രൈവറ്റ് ലൈഫൊക്കെ ചുരുണ്ടിക്കയറി അറിയാൻ നിനക്ക് അത്രയ്ക്കും ഇൻട്രസ്റ്റ് ആണോ, അങ്ങനൊന്നുമില്ല ചുമ്മാ ചോദിച്ചതാ. ശേഷം അവളുടെ കൈയൊക്കെ കഴുകിക്കഴിഞ്ഞ് അവളൊരിടത്തിരുത്തി കൈയൊക്കെ തുടച്ചു വരെ കൊടുക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെന്ന് തോന്നണോ, പെൺകുട്ടിയുടെ കൈ രണ്ടാമത്തെ ഫേസ് പോലെയാണ്, നിന്റെ രണ്ടാമത്തെ ഫേസ് ഭയങ്കര റഫാണ്, നിങ്ങളുടെ ഭാര്യമാരെ പോലെ ആവണമെന്ന് ചോദിക്കുമ്പോൾ ഭാര്യമാരോ, നിനക്ക് ഞാൻ അങ്കിളായതിൽ നല്ല വിഷമമുണ്ടല്ലേ എന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല
എന്ന് പറഞ്ഞു പോകുമ്പോൾ നിയാൻ അവളെ പിടിച്ചു നിർത്തി ക്ലോസ് ആയിട്ട് വന്നിട്ട് ഞാൻ ഒരു പെണ്ണിനോടും ഇങ്ങനെ നടന്നിട്ടില്ല, ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമേ നടക്കുമെന്ന് പറഞ്ഞു പോകുന്നു. ഇവളും അയ്യോ നിയാൻ എങ്ങാനും എന്നെ ലവ് ചെയ്യാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞ് കൺഫ്യൂഷനായി. ഇവിടെ നിയാൻ ഞാനാണ് ലൂയിസ് എന്ന് അവളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്ലൂവിനായിട്ട് അവൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തുള്ള കാഴ്ച ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ഇവളും ആ പോസ്റ്റ് കണ്ട് വേഗം നിയാന്റെ അടുത്തേക്ക് വന്ന് ലൂയിസ് ഇപ്പോൾ പോസ്റ്റ് ഇട്ടു നോക്കെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ പോസ്റ്ററിലെ പിക്ചർ കണ്ട വ്യൂ അവൾക്ക് നല്ല രീതിയിൽ പരിചയം തോന്നും. അപ്പോഴാണ് അറിയുന്നത് അത് നമ്മുടെ അപ്പാർട്ട്മെന്റിലുള്ള വ്യൂ ആണെന്ന്. അവൾക്കും ഒരു ആടെ ഹാപ്പിയായി. ലൂയിസ് അപ്പോൾ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ് ഒച്ചുണ്ടാക്കുമ്പോൾ കറക്റ്റ് ഞാനാണ് ലൂയിസ് എന്ന് നിയാൻ പറയാൻ വന്നതും അങ്കിൾ ലൂയിസ് നിങ്ങളുടെ അയൽക്കാരനായിരിക്കും. അപ്പോൾ ലൂയിസ് ഇതേ ബിൽഡിങ്ങിലാണ് ഉള്ളത്, ഇതേ ഫ്ലോറിൽ അല്ലെങ്കിൽ മുകളിലത്തെ ഫ്ലോറിലായിരിക്കും എന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടി പോകുന്നു. ഇവനാണെങ്കിൽ ഇവളെ എന്ത് എന്നുള്ള മട്ടിലായിരിക്കും ഇരിക്കുക. ശേഷം ചൊങ്സ്യ മുകളിലത്തെയും താഴത്തെ നിലയിൽ പോയി കഴിഞ്ഞ് മുകളിൽ 80 വയസ്സുള്ള മുത്തശ്ശനും താഴെ കോളേജ് പിള്ളേരും മാത്രമാണ്. ഇവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. വീണ്ടും നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു. വീണ്ടും നിയാൻ ക്ലൂവിനായിട്ട് അവന്റെ വീട്ടിലുള്ള ഒരു സ്റ്റാച്ചുവിന്റെ ഫോട്ടോ പോസ്റ്റ് ഇടുന്നു. പോസ്റ്റ് ഇട്ടതും ഇവൾ നോക്കാനായി പോകുമ്പോൾ ഹുവാൻജി വിളിച്ച് ഇന്ന് ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിപ്പോൾ അങ്കിളുടെ വീട്ടിലാണ്, എന്നാ പിന്നെ അഡ്രസ്സ് അയക്കി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഹുവാൻജി നേരെ നിയാന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. വന്നതും നിയാനെ കണ്ടതും ആകെ ഷോക്കായി. കാരണം നിയാനെ കാണുമ്പോൾ ടങ്ഷെ പോലെ ഉണ്ടല്ലോ. ചൊങ്സ്യ ഹുവാൻജിനെ അകത്തേക്ക് കയറ്റുകയാണ്. ഹുവാൻജി ആണെങ്കിൽ നിയാനെ തന്നെ ഞെട്ടലോടെയാണ് നോക്കി നിൽക്കുന്നത്. സോ അവൾ നിയാൻ ആരാണെന്നുള്ള കാര്യം പറയുന്നു. ഇത് അങ്കിൾ ആൻറ്റിയുടെ അനിയനാണ്, നിയാൻ എന്നാണ് പേര്, ടങ്ഷെ പോലെ ഉണ്ടല്ലേ. ഞാനും ആദ്യം കണ്ടപ്പോൾ ഇതേ ഷോക്കിലായിരുന്നു. നിയാനും ഹുവാൻജിയെ ഹലോ എന്ന് പറഞ്ഞ് ഷേക്കാൻഡ് കൊടുത്തു. ചൊങ്സ്യ അങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ വയസ്സായ ഒരാളാണെന്നാണ് ഞാൻ കരുതത്, ഇത് യങ് അങ്കിളാണ് എന്ന് പറഞ്ഞതും നിങ്ങളെപ്പറ്റി ഇവൾ പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ, ചിലപ്പോൾ നിങ്ങൾ അവളായിട്ട് അത്ര ക്ലോസ് അല്ലാത്തോണ്ടായിരിക്കും പറയാത്തത്. എന്നാൽ നേരെ തിരിച്ച് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്, അവളെല്ലാ കാര്യം എന്നോട് പറയും. അങ്ങനെയാണോ? ചൊങ്സ്യ സത്യത്തിൽ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഗേളാണ്, അതല്ലേ അവൾ എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ അവൾക്ക് കൂടുതലായിട്ട് ഞാനാണെന്ന് പറഞ്ഞ് രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് തിരിച്ചു മറിച്ച് നിൽക്കുമ്പോൾ ഇത് കാണുന്ന ചൊങ്സ്യ ഇവരെന്താണ് കാണിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഇവർ രണ്ടുപേരും കയറ്റിയിരിക്കുന്നത് കണ്ട് അവരുടെ ശ്രദ്ധ തിരിക്കാനായി എവിടെ എൻ്റെ ഡോക്യുമെന്റ്സ്. ഹുവാൻജി വേഗം കൈയെടുത്ത് അവരുടെ ഡോക്യുമെന്റ്സ് കൊടുത്തു. ബാ പുറത്ത് പോയി കഴിക്കാം. പുറത്തു പോകാനോ? നിങ്ങൾ എൻ്റെ ഗസ്റ്റ് അല്ലേ, ഞാനുണ്ടാക്കി തരാം. ഇവളും നീ കാര്യമായിട്ടാണോ പറയുന്നത്? കാണാൻ പോകുന്ന കാഴ്ച കണ്ടാൽ പോരെ എന്ന് പറയുന്നു. പക്ഷേ കുക്ക് ചെയ്യുന്നത് പാവൻ നിയാൻ മാത്രമായിരിക്കും. ഇവ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ട് നിയാന് ഒട്ടും പിടിക്കുന്നില്ല. സോ ഓരോരോ സാധനങ്ങൾ എടുപ്പിക്കാനായിട്ട് അവളെ കൂടെ എഴുന്നേൽപ്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ കഴിയുമ്പോൾ ഹുവാൻജി ഞാനും കൂടി ജോയിൻ ചെയ്യാമെന്ന് പറയുകയാണ്. അങ്ങനെ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഹുവാൻജി ഒഴികെ നിയാനും ചൊങ്സ്യയ്ക്കും കുറെ വെച്ചിട്ടുണ്ടാകും. അത് കണ്ട ചൊങ്സ്യ ഹുവാൻജിക്ക് അവിടെ പ്ലേറ്റിൽ നിന്ന് ഇട്ടുകൊടുത്തു. പക്ഷേ ഇതൊന്നും അവന് തീരെ പിടിക്കുന്നില്ല. ഭക്ഷണമെല്ലാം കഴിച്ച് ഇറങ്ങുമ്പോൾ ഹുവാൻജി പറയുന്നുണ്ട്, എന്നാ പിന്നെ നിനക്ക് എൻ്റെ ഒപ്പം സ്റ്റേ ചെയ്താൽ പോരെ, ഞാൻ ലൂയിസിനെ കാണാനാണ് വന്നത്, പുള്ളി ഇവിടെയാണ് താമസിക്കുന്നത്, പുള്ളിയുമായി കൊലാബ് ചെയ്താൽ നമ്മുടെ കമ്പനി നല്ല രീതിയിൽ മെച്ചപ്പെടും. എന്നിരുന്നാലും അങ്കിളിനോട് സ്റ്റേ ചെയ്യുന്നത് നല്ലതല്ല. അങ്ങനെയല്ല, അങ്കിൾ നല്ലൊരു വ്യക്തിയാണ്, അവന് നിനക്ക് എത്രത്തോളം നല്ലോണം അറിയാം. പുറമെ ദേഷ്യക്കാരനാണെങ്കിലും ആള് പാവമാണ്. എന്തായാലും എന്ത് വേണമെങ്കിൽ എന്നെ എപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് ഹുവാൻജി പോകുന്നേരത്ത് നിയാനെക്കുറിച്ച് അന്വേഷിക്കാനായി ആളെ വിടുന്നു. ഇപ്പോൾ ഇവൾ അകത്തേക്ക് കയറിയതും നിയാൻ അവൾക്കായിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് കുടിച്ചപ്പോൾ അവൾക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അതിലാണെങ്കിൽ ഒട്ടും മധുരം ചേർത്തിട്ടില്ല. എന്താണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും കൊള്ളില്ലല്ലേ, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ട് കുടിപ്പിച്ചതെന്ന് പറയുന്നു. എന്നിട്ട് അവളെ പിടിച്ചു നിർത്തുകയാണ്. ഇവൾക്ക് ഒരുമാതിരി ആവുകയാണ്. നിയാൻ ഉടനെ അവളെ കിസ് ചെയ്തു. വീണ്ടും കിസ് ചെയ്യാൻ പോയപ്പോൾ ചൊങ്സ്യ തടുത്തു. എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ല, ഈ ഒരു അറ്റ്മോസ്ഫിയർ നിനക്ക് കിസ് തരാൻ തോന്നി, ഞാനും കരുതി നിനക്ക് അങ്ങനെ തോന്നിയെന്ന്. ഞാൻ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? എന്നൊക്കെയെന്ന് പറഞ്ഞ് നിയാൻ പോയി. ഇവൾക്കും നിയാനെ അങ്ങനെയൊക്കെ കാണുമ്പോൾ തങ്ഷിയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് അറിയാതെ കിസ് ചെയ്ത് പോകുന്നത്. അവനടുത്ത് വരുമ്പോൾ ഇവിടെ ഹാർട്ടൊക്കെ തുടയ്ക്കുകയാണ്. പോയ നിയാൻ തിരിച്ചു വന്ന് എൻ്റെ വീട്ടിൽ അപരിചിതൻ വരുന്നത് ഇഷ്ടമല്ല, ഇനി മുതൽ ആരെയും കൊണ്ടുവരരുത്, അതും എൻ്റെ അനുവാദമില്ലാതെ, ഇത് എൻ്റെ വീടാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിനക്ക് പോകാമെന്ന് പറയുമ്പോൾ ചൊങ്സ്യ വീടിൻ്റെ പകുതി വാടക കൊടുത്തിട്ട് ഇന്നു മുതൽ ഞാനും ഈ വീടിൻ്റെ പാതി ഓണറാണ്, എനിക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ടുവരും, നിങ്ങൾക്ക് ആ ക്യാഷ് വേണ്ടെങ്കിൽ തിരിച്ചു തന്നേക്ക്, തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ വീടിൻ്റെ പാതി ഓണറാണ്,
അപ്പോൾ ചുങ്സിയ ലൂയിസിന്റെ സോഷ്യൽ പോസ്റ്റിൽ കണ്ട അതേ പ്രതിമ അവിടെ കണ്ട് അവളും ഷോക്കായി. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ നിയാനും അവൾക്കിപ്പോൾ മനസ്സിലാവും ഞാനാണ് ലൂയിസ് എന്ന് കരുതി നിൽക്കുമ്പോൾ ഇവളും ആഹാ ഇത് ലൂയിസിന്റെ എല്ലാം കോപ്പിയടിയാണല്ലേ, എനിക്ക് തോന്നി മൊത്തത്തിൽ ലൂയിസിന്റെ കോപ്പിയടിയാണല്ലോ ഈ വീട്ടിലുള്ളത്. നിങ്ങൾ ശരിക്കും ലൂയിസായി മാറുകയാണോ? ഞാൻ എന്തായാലും മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്, അവനുമായി വർക്ക് ചെയ്യണം. അപ്പോൾ നിയാൻ നന്ദിയുണ്ട്, അതിന് നീ നന്ദിയൊന്നും പറയണ്ട, ലോയിസുമായി കോപ്പറേറ്റ് ചെയ്ത് നല്ല കമ്പനി ആകുമ്പോൾ നിനക്ക് ഞാൻ അവൻ്റെ ഓട്ടോഗ്രാഫ് വരെ വാങ്ങിച്ചു തരാം, അതിന് നീ നന്ദിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് അവൾ തിരിയുമ്പോൾ നിയാനെ അവിടെ ഇങ്ങും കാണുന്നില്ല. അവൻ അപ്പോഴേക്കും അവിടുന്ന് പോയി കഴിഞ്ഞു. ശേഷം ചുങ്സിയ സ്റ്റൈലൊക്കെ ഫൈനലൈസ് ചെയ്ത് ബഡ്ജറ്റിനായി ഹെഡ് ഓഫീസിലേക്ക് ഫയൽ കൊടുത്തു വിടുന്നു. അപ്പോൾ ഹുവാൻജി ഇൻഫ്ലുവൻസറായ ലൂയിസിനെ ഇതുവരെ കണ്ടെത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളും ആകെ വിഷമിച്ച് ഇല്ല എന്ന് തലയാട്ടി. അതിനാൽ അവൾക്ക് ലൂയിസിനെ കാണാനുള്ള ഒരു അവസരത്തിനായിട്ട് അവരുടെ കമ്പനി ആനിവേഴ്സറിയാണ് വരുന്നത്. അതിൽ ബ്രാൻഡഡ് ഉടമകളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, ഒപ്പം ഇന്റർനെറ്റ് സെലിബ്രിറ്റിയും കൂട്ടത്തിൽ ലൂയിസിനെയും. അപ്പോൾ അവിടെ വെച്ച് അവൾക്ക് ലൂയിസിനെ കാണാനുള്ള അവസരം ഹുവാൻജി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. പാർട്ടി കഴിഞ്ഞാൽ ലൂയിസ് ചൈനയിലേക്ക് പോകും എന്നാണ് റിപ്പോർട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ഇവളും അത് നല്ല ഐഡിയ ആണ്, പക്ഷെ ലൂയിസ് എങ്ങനെ പുറത്തൊന്നും ഇറങ്ങാത്ത ആളാണ്, ഇങ്ങനെ കുറെ പേരുണ്ടെന്ന് അറിഞ്ഞാൽ വരാനുള്ള ചാൻസ് കുറവാണ്, അതിന് നമ്മൾ മാസ്ക് ഇട്ട് പാർട്ടി നടത്തിയാൽ എന്തായാലും വരുമെന്ന് പറയുന്നു. സോ രാത്രിയാകുമ്പോൾ പാർട്ടിക്ക് വേണ്ടി ഓരോ ഡ്രസ്സൊക്കെ മാറ്റി മാറ്റി ട്രൈ ചെയ്യുകയാണ്. ഞാനിത് കാണുമ്പോൾ നിനക്കെന്ത് പറ്റി, ഓരോ ഡ്രസ്സും മാറ്റി മാറ്റി അഭിപ്രായം ചോദിക്കുന്നുണ്ടല്ലോ. എന്നാൽ അവൾ ഓരോ ഡ്രസ്സും ഇടുമ്പോഴും അവനെ തന്നെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. അവളെ കാണാൻ ഒരുപാട് ഭംഗിയും തോന്നുന്നു. അടുത്തതായി ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ അവനാകെ സ്തംഭിച്ചു. അവളെ നോക്കിയിരിക്കുന്നത് കണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് ചുങ്സിയെ ചോദിക്കുമ്പോൾ ഇത് കൊള്ളാം, ബാക്കിലെ സിബ് സ്റ്റക്കായി, ഒന്ന് ഇട്ടുതരുമോ ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവനും ഓക്കെ എന്ന് പറഞ്ഞ് ഇട്ടുകൊടുക്കുമ്പോൾ ഇവൾക്കും എന്തോ പോലെ ആവുകയാണ്. അതൊക്കെ നോട്ട് ചെയ്ത നിയൻ അതിന് നീ എന്തിനാ നാണിക്കുന്നത്, കവൾ വരെ ചോന്നല്ലോ. കവളൊന്നും ചോന്നിട്ടില്ല, അതെന്റെ ഡ്രസ്സിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. ഇന്ന് രാത്രി കുറച്ച് ജോലിയുണ്ട്, എൻ്റെ വീട്ടിലായിരിക്കും ഞാൻ ഇന്ന് താമസിക്കുമെന്ന് പറഞ്ഞ് അവളും പോയി. പിന്നീട് കാണിക്കുന്നത് ചുങ്സിയാണ്. ചുറ്റും പൂക്കളുമുള്ള ഗാർഡനിലാണ് നിൽക്കുന്നത്. നിയാൻ വന്ന് അവളെ കിസ് ചെയ്യാൻ വന്നതും ഇതൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങളെ എൻ്റെ അങ്കിളാണെന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ കിസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അങ്കിളെന്ന് പോലും വിചാരമുണ്ടായില്ലല്ലോ. ഇവൾക്കും ഒന്നും പറയാനേ പറ്റിയില്ല. നിയാൻ അവളെടുത്തിട്ട് നേരെ കട്ടിലേക്ക് കിടത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.